ഹേ ഗൈസ്, നമുക്കൊന്ന് വേളി വരെ പോയിട്ട് വരാം. ഞാൻ ആദ്യമായിട്ടാണ് പോകണം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ അകത്തോട്ട് കയറാനൊരു ടിക്കറ്റ് എടുക്കണം. പിന്നെ കാർ പാർക്ക് ചെയ്യാനും ടിക്കറ്റ് എടുത്തു. അതിന് ശേഷമാണ് നമ്മൾ അകത്ത് കയറിയത്. കയറുമ്പോൾ തന്നെ ആദ്യം ഒരു മിനിയേച്ചർ ട്രെയിൻ ഉണ്ട് കേട്ടോ. അതിൽ പൈസ കൊടുക്കണം, ടിക്കറ്റ് എടുക്കണം, എന്നാലും ഇത് കയറാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ നടന്നു പോകുന്ന രസം വേറെ ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ നടന്ന് തന്നെ എല്ലാം കാണാമെന്ന് കരുതി. അപ്പൊ സംഭവം നല്ല രസമുണ്ട്. ഈ മീനൊക്കെ ഇല്ലേ, ഇതിനകത്ത് ആമയുണ്ട്. ആമ മീനെ കഴിക്കില്ലേ ഗൈസ്, പാവം. പിന്നെ ഫുഡ് കൊടുക്കുമെന്ന്, പക്ഷെ നമുക്കൊന്നും ഫുഡ് കൊടുക്കാനുള്ള അനുവാദം ഇല്ല. ഇവിടെ ബോർഡ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ചുറ്റി നടന്ന് കുറേ കുളമുണ്ട്, കായലുണ്ട്. കായലാണോ കുളം, സംഭവം എന്തായാലും നല്ല രസമുണ്ട്. ഇതിപ്പോ ഇവിടെ വന്നിട്ട് കുറെ നാളായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്, കാണാൻ തന്നെ ഒരു രസമുണ്ട്. അവിടെ ഇരിക്കാൻ തോന്നും. പക്ഷെ നമ്മൾ ചെന്നത് 5 മണിക്കാണ്, 6 മണിക്കോടെ അടയ്ക്കും. അതുകൊണ്ട് നമ്മൾ വേഗം ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഇവിടെ നടന്ന് ഇങ്ങനെ പോവാണ്. പിന്നെ ഇവിടുന്ന് നേരെ ബീച്ചുണ്ട്. പക്ഷെ നടക്കാൻ കുറച്ച് നേരം എടുക്കും. പക്ഷെ ട്രെയിനിൽ പോയാൽ നമുക്ക് അല്പം എല്ലാം പെട്ടെന്ന് എത്തും. പക്ഷെ നടന്നു പോകുമ്പോഴല്ലേ രസം. ഇത് അത്യാവശ്യം ഒരു ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കുളമാണോ കായലാണോ, കുളമാണെന്ന് തോന്നുന്നു. കായല് വേറെയാണ്. അങ്ങനെ നമ്മൾ എല്ലായിടത്തും ഒക്കെ ഒന്ന് നടന്ന് തിരിഞ്ഞ് ആ സ്ഥലമൊക്കെ നല്ല പച്ചപ്പ് പ്രകൃതി രമണീയമായിരിക്കുന്ന സ്ഥലം. അങ്ങനെ ഒരുപാട് ഇങ്ങനെ നടന്ന് പിന്നെന്താ, അതിനിടയ്ക്ക് ഞാനിങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നുണ്ട്, അത് മൈൻഡ് ചെയ്യണ്ട. സംഭവം ഇവിടെ നടന്നു കാണാൻ ഒരുപാട് സ്ഥലമുണ്ട്. അത് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നടക്കുന്നുണ്ട്. നമുക്ക് ഒന്ന് ആസ്വദിക്കാനൊരു സമയം കിട്ടിയില്ല. നമ്മൾ എവിടെ പോയാലും അവിടെ റെയിൽപാതയുണ്ട്. അല്ലേ ഇവിടെ ഫുൾ നമുക്ക് അതിൽ കയറി കാണാം. പക്ഷെ അതിന്റെ ഒരു സുഖം വേറെ, ഇതിന്റെ ഒരു സുഖം വേറെ, അങ്ങനെയാണല്ലോ. സംഭവം എന്തായാലും രസമുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതാ ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഒരുപാട് ചെടികളെ നട്ടു വെച്ചിട്ടുണ്ട്. അത് പിടിക്കുമ്പോൾ നല്ല രസമായിരിക്കും. പക്ഷെ നമ്മൾ ചെന്നപ്പോൾ അത് പിടിച്ചില്ല. ഇങ്ങനെ കണ്ട് പോകാൻ വിചാരിച്ചു. ഇനി ആ സൈഡിൽ കൂടെ നടന്നാൽ നേരെ ബീച്ചിലെത്തും. പക്ഷെ ഒത്തിരി നേരം നടക്കണം. നമ്മൾ പിന്നെ സമയം താമസിക്കുന്ന പറഞ്ഞ് വേഗം വെച്ചങ്ങ് നടന്നു. അപ്പം ഞാൻ ഇതാട്ടോ കായലേ ഞാൻ പറഞ്ഞത്. ഇവിടെ നിന്ന് കുറേ നടക്കണം. നമുക്ക് ദൂരെ നോക്കുമ്പോൾ അറിയാതെ ബീച്ച്, കടലിങ്ങനെ തിരമാലകൾ അടിക്കുന്നത്. കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് എല്ലാം ഇരുന്നിരുന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യായിരുന്നു. ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. അത് കുട്ടികൾക്കുള്ളതുണ്ട്, അല്ലാത്തതുണ്ട്. അതിലൊക്കെ കയറി ഒന്ന് ആടിക്കളിക്കാം ഊഞ്ഞാല്. അതൊക്കെ രസമല്ലേ. അങ്ങനെ ഈ നടക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണ്. ഈവനിങ്ങില് ആ കാറ്റും അറ്റ്മോസ്ഫിയറും പിന്നെ ഈ വെള്ളത്തിൽ കിടക്കുന്ന ഹൗസ് എന്തോ പറയല്ലോ, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് കയറാൻ പറ്റൂല, മെയിൻ്റെനൻസ് പണി കാരണം അതവിടെ പൂട്ടിയിട്ടേക്കാണ്. അങ്ങനെ നമ്മൾ അതിലൂടെ കെട്ടിയേക്കുന്ന പാലത്തിലൂടെ നടക്കുമ്പോൾ നന്നായിട്ട് കുലുങ്ങുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് സമയമാണെങ്കിലും ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ. എനിക്ക് തോന്നുന്നു അടുത്തുള്ളത് മറ്റേ ആമ്പൽക്കുളമാണെന്ന്, പക്ഷെ എല്ലാം ഉണങ്ങി കരിഞ്ഞിരിക്കുന്നു. അങ്ങനെ പാലം കഴിഞ്ഞ് കയറിയപ്പോൾ കുറെ ഐസ്ക്രീം സെന്ററൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഐസ്ക്രീം കഴിച്ചില്ല. ഐസ്ക്രീം എനിക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. പിന്നെ ഒരു ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഒറിജിനൽ ആയിരുന്നു, എനിക്ക് പിന്നെ മനസ്സിലായത്. അങ്ങനെ നടന്ന് തിരിയും ബീച്ചിലോട്ട് എത്തണമെങ്കിൽ ഇനിയും നടക്കണം. അതിൻ്റെ ഇടയിൽ വഴിയോര കടകൾ ഇങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറെ കുതിര സവാരികളൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെച്ചാൽ കുതിര സവാരി ചെയ്യാൻ വേണ്ടി ഒരുപാട് കുതിരകളെ കെട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാന്. അങ്ങനെ നമ്മൾ നടന്ന് അങ്ങനെ ഫൈനലി ബീച്ചെത്തി. അതിൻ്റെ മേലെ കൂടെ ഒരു ട്രെയിനും പോകുന്നുണ്ട്. അതിനെയൊന്നും വെറുതെ വിട്ടില്ല, ആദ്യമായിട്ട് പോകുന്നില്ല, എല്ലാം ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. പക്ഷെ കടലിലോട്ട് ഇറങ്ങാനൊന്നും പറ്റിയില്ല. കാരണം വെച്ചാല് റെഡ് ഫ്ലാഗ് ഒക്കെ ഉണ്ടായിരുന്നു, അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആരും ഇറങ്ങുന്നത് ഞാനും കണ്ടില്ല. അതുകൊണ്ട് നമ്മളും ഇറങ്ങില്ല. ഞാൻ കരുതി ഇവിടെ വെച്ചെല്ലാം തീർക്കുന്നതാണ്. പക്ഷേ ഇത് കഴിഞ്ഞ് ഇനിയും ഇഷ്ടംപോലെ നമുക്ക് നടക്കാനുണ്ട്. അതാണ് നല്ല രസമായിരുന്നു നടക്കാനും. അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ആ പാലമല്ല, ചെറിയ ഒരു പാലം പോലെ കെട്ടിയിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ പൊളിഞ്ഞെടുക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ വീണ്ടും തിരിച്ചു, കാരണം പോവാൻ സമയമായി. അങ്ങനെ വീണ്ടും നടന്ന് നമ്മൾ വീണ്ടും ആ പാലത്തിലോട്ട് കയറിയിട്ടുണ്ട്. അവസാനം നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു. ഒരു ട്രാഫിക്കിൽ പെട്ട് അവിടെ കിടക്കുകയാണ്. അപ്പൊ ഗൈസ് ബൈ.